ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വിഷുവോടുകൂടി ഈ നക്ഷത്ര ജാതകരുടെ ഭാഗ്യം തെളിഞ്ഞു കഴിഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾക്ക് രാജാവിനെ പോലെ ജീവിക്കാം. കഷ്ടപ്പാടും ദുരിതവും എല്ലാം തീർന്ന് പണം ഒഴുകിയെത്തും. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഗുണഫലങ്ങൾ വളരെയധികം നിങ്ങളുടെ അനുഭവത്തിൽ വരും. മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ബന്ധുജന ഗുണമുണ്ടാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ അംഗീകാരം ലഭിക്കും. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള അനുഭവങ്ങൾ വന്നു ചേരും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. ഗൃഹോപകരണങ്ങൾ പുതിയതായി വാങ്ങുവാൻ സാധിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കുന്നതാണ്. ബന്ധുജന സഹായം വന്നു ചേരും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വളരെയധികം മികവ് പുലർത്തുവാൻ സാധിക്കുന്ന കാലം തന്നെ. ദോഷശമനത്തിനായി വിഷ്ണു ഭജനം നടത്തുക. ഭഗവത പാരായണം സ്വയം ചെയ്യുക. ജന്മനാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഗൃഹനിർമ്മാണത്തിനായി വളരെയധികം പണം മുടക്കേണ്ടി വരും. നിങ്ങളുടെ ഉറ്റ സുഹൃത്തിൻ്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിയുന്നതാണ്. നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ വസ്തുക്കളെല്ലാം തിരികെ ലഭിക്കും. വാസ്തസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥലം മാറ്റം, ഇഷ്ടസ്ഥാനലബ്ധി എന്നിവ ഉണ്ടാകും. ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി എന്നിവയിൽ നിന്നും ധനലാഭത്തിനുള്ള സാധ്യതയുണ്ട്. അലർജി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ വേണ്ടിവരും. പണമിടപാടുകളിൽ അധിക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. പിതാവിനുണ്ടായിരുന്ന എല്ലാവിധ അരിഷ്ടതകളും ശമിക്കും. അനുകൂലമായി നിന്നിരുന്ന സുഹൃത്തുക്കൾ പിന്നാക്കം പോവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ തൊഴിൽ രംഗം വളരെയധികം മെച്ചപ്പെടും. സ്വന്തം ബിസിനസ്സിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കുന്നത് ഗുണകരമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങുവാനുള്ള തീരുമാനം നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട രേഖകൾ കൈമോശം വരുവാൻ ഇടയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. ബന്ധുജന സഹായത്താൽ കാര്യങ്ങളെല്ലാം സാധ്യമാകും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീ ദുർഗയെ ഭജിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ത്രിമധുരം നിവേദിച്ച് നടത്തുക. നിത്യേന ഭവനത്തിൽ ദുർഗാഷ്ടോത്തര മന്ത്രം ജപിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കാലാവസ്ഥ ജന്യ രോഗസാധ്യതയുണ്ട്. ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രകൾ ഉണ്ടാകും. നിങ്ങളുടെ സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടാകുന്നതാണ്. സാഹസികമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞേക്കും. ഭാര്യ ഭർത്തൃബന്ധത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ ഇടയുണ്ട്. ധനപരമായി വളരെയധികം വിഷമതകൾ നേരിടേണ്ടി വരുന്ന മാസമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായി വളരെയധികം വിഷമതകൾ വന്നു ചേരുന്ന കാലമാണ്. വിവാഹാലോചനകളിൽ തീരുമാനം നീണ്ടുപോകും. സുഹൃത്തുക്കളുടെ പെരുമാറ്റം നിങ്ങൾക്ക് അനുകൂലമായി മാറില്ല. തൊഴിൽ രംഗത്ത് വളരെയധികം മടുപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നത ഉടലെടുക്കുന്നതാണ്. സന്താനങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ കാലമാണ്. അവർക്കുണ്ടായിരുന്ന എല്ലാവിധ രോഗാതി ദുരിതത്തിൽ നിന്നും ശമനം ലഭിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയിൽ നിന്നും ഉറച്ച പിന്തുണ ലഭിക്കും. പ്രണയബന്ധിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വന്നുചേരാം. വിദേശത്തു നിന്നും നാട്ടിൽ തിരികെ എത്തുവാൻ കഴിയുന്നതാണ്. ബാങ്കുകളിൽ നിന്നും ലോൺ പാസ്സായി കിട്ടും.
മനസ്സിനെ ഇതുവരെ വിഷമിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ രോഗാദി ദുരിതങ്ങൾ ഉണ്ടായി വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം ഭവിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഗണപതി ഭജനം നടത്തുക. ജന്മനാളിൽ ഗണപതിയെ വണങ്ങി അവൽ, കരിമ്പ്, ശർക്കര ഇവ നിവേദിക്കുക. വീട്ടിൽ നാരായണീയം നിത്യേന പാരായണം ചെയ്യുന്നതും ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. ഇടവിട്ടിടവിട്ട് രോഗങ്ങൾ പിടിപെടാം. പണമിടപാടുകളിൽ അബദ്ധങ്ങൾ സംഭവിക്കാം. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. നിങ്ങൾ കരുതിവെച്ച പണം മറ്റാവശ്യങ്ങൾക്കായി ചെലവഴിക്കപ്പെടുന്നതാണ്. മാനസികമായി പിരിമുറുക്കം വളരെയധികം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കാം. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ വളരെയധികം വന്നുചേരും. വരവിനൊപ്പം ചെലവും അധികരിക്കുന്നതാണ്. സന്താന ഗുണം വളരെയധികം വർദ്ധിക്കും. ഔദ്യോഗിക രംഗത്തും നിങ്ങൾക്ക് നേട്ടത്തിൻ്റെ കാലമാണ്. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്കുള്ള സാധ്യതയുണ്ട്. ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കും. തികച്ചും ഔചാരിതമായി കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുവാൻ ഇടയുണ്ട്. ശാരീരികമായി അരിഷ്ടതകളും നേരിടേണ്ടി വരും. ബിസിനസ്സുകളിൽ നിന്നും മികച്ച നേട്ടം. ദ്രവ്യ ലാഭത്തിനുള്ള സാധ്യത. കലാരംഗത്ത് മികച്ച നേട്ടം. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തറിയുവാനും ആത്മീയമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാനും സാധിക്കുന്നതാണ്. അസ്ഥാനത്ത് സംസാരിച്ച് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും പകർച്ചവ്യാധി പിടിപെടുവാൻ സാധ്യതയുണ്ട്. ഭവനം, വാഹനം എന്നിവയ്ക്ക് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. അധികാരികളിൽ നിന്നും അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും ശമിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശിവഭജനം നടത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവങ്കൽ കൂവളമാല ചാർത്തി മലർ നിവേദ്യം നടത്തുക. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. നിങ്ങൾ ചെയ്തു പോന്നിരുന്ന പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്ക് തിരികെ ജോലിയെ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുണ്ട്. വിശ്രമം കുറയും. എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യങ്ങൾ പോലും അല്പം വിഷം നേരിട്ടതിന് ശേഷം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ച് അബദ്ധത്തിൽ ചാടും. ചെവിക്ക് രോഗബാധയ്ക്കുള്ള സാധ്യതയുണ്ട്. ഗൃഹ അന്തരീക്ഷത്തിൽ ശാന്തത കൈവരുന്നതാണ്. സ്വദേശം വിട്ടു നിൽക്കേണ്ട ഒരു സ്ഥിതി സംജാതമാകും. സാമ്പത്തികമായി നേട്ടം കൈവരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഔചാരിതമായ ധനലാഭം പ്രതീക്ഷിക്കാം. വിശ്രമം കുറഞ്ഞും വന്നിരിക്കും. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും. നിങ്ങളുടെ സന്താനങ്ങൾക്കായി പണം ചെലവിടേണ്ടി വരും. മാതൃഗുണം ലഭിക്കുന്ന കാലമാണ്. ജീവിത പങ്കാളി വഴി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അന്യരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കേണ്ടി വരുന്നതാണ്. അവിചാരിതമായ കാരണങ്ങളാൽ നിരാശ അധികരിച്ചു നിൽക്കുന്നതാണ്. ഉദ്ദേശ കാര്യങ്ങളെല്ലാം സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മോശമായി മാറുന്നതാണ്. മൂത്രാശയ രോഗങ്ങൾ പിടിപെടാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെണ്ണ, കദളിപ്പഴം ഇവ നിവേദിക്കുക. നിത്യേന ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭജനം നടത്തുന്നതും ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി. പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. സാമ്പത്തിക വിഷമതകൾ നേരിടുമെങ്കിലും ബന്ധുക്കളുടെ സഹായത്താൽ അവ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. ഭൂമി, ഭവനം എന്നിവ വാങ്ങുവാനുള്ള നിങ്ങളുടെ പരിശ്രമം വിജയം കാണും. തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുന്ന സമയമാണ്.
ആയുധം, അഗ്നി ഇവയാൽ പരിക്കേൽക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ജീവിതത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന കാലം കൂടിയാണ്. നിങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ സുനിശ്ചിതമായും വിജയം കൈവരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു തരം അസംതൃപ്തി എപ്പോഴും പിന്തുടരും. പ്രണയ സാഫല്യം ഉണ്ടാകുന്നതാണ്. വിവാഹ നിശ്ചയത്തോളം എത്തിയ ബന്ധം മാറിപ്പോകുവാൻ സാധ്യതയുള്ളതിനാൽ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. കഠിനമായ പരിശ്രമം കൊണ്ട് മാത്രമേ കാര്യസാധ്യം നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. ഏറ്റെടുത്ത ജോലികൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരാം. അന്യരോടുള്ള പെരുമാറ്റത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതെ ശ്രദ്ധിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്കായി വളരെയധികം പണം ചെലവിടേണ്ടി വരുന്ന കാലം കൂടി. വളരെ കാലമായി നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും. മാതൃഗുണം ലഭിക്കുന്ന കാലമാണ്. ജീവിത പങ്കാളി വഴിയും നേട്ടങ്ങൾ വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം മികവുണ്ടാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഗുണകരമാകും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ സാമ്പത്തിക വിഷമതകളും ശമിക്കുന്നതാണ്. ജീവിത സുഖവർദ്ധനയ്ക്ക് ഭംഗം സംഭവിക്കും. ദീർഘയാത്രകളെല്ലാം മാറ്റിവയ്ക്കേണ്ടി വരുന്നതാണ്. പിതൃസമ്പത്ത് ലഭിക്കുകയോ പിതാവിൽ നിന്നും അനുഭവ ഗുണം ഉണ്ടാക്കുകയോ ചെയ്യുന്നതാണ്. ദാമ്പത്യ ഭിന്നതകൾ എല്ലാം ശമിച്ചു കിട്ടും. ആരോഗ്യ പുഷ്ടിയുണ്ടാകും. വാഹന സംബന്ധമായി പണച്ചിലവ് വർദ്ധിക്കുന്ന കാലമാണ്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് പലതരത്തിലുള്ള അരിഷ്ടതകൾ വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷം വളരെയധികം വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് അനുകൂലമായ സമയമാണ്. ബന്ധുഗൃഹങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും. സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. അശ്രദ്ധയാൽ മേലധികാരിയുടെ അപ്രീതി സമ്പാദിക്കേണ്ടി വരുന്നതാണ്. അപമാനക്ഷതം സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തമ സന്താന യോഗമുള്ള കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. ദേഹസുഖം വർദ്ധിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ ബന്ധങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം വന്നുചേരും. രോഗാതി ദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം നേട്ടങ്ങൾ വന്നു ചേരും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതാണ്. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. നിത്യേന ഉദയത്തിൽ വീട്ടിൽ വിളക്ക് കൊളുത്തി ഗണപതിയെ സ്മരിച്ച് പ്രാർത്ഥിക്കുക. ജന്മനാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വളരെയധികം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മനസ്സിൻ്റെ സന്തോഷം നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. തൊഴിൽപരമായി നേട്ടങ്ങളുടെ കാലം കൂടിയാണ്. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ കഴിയുന്നതാണ്. വാഗ്ദാനം നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ മുതിരരുത്. ബിസിനസ്സിൽ മികവ് പുലർത്തുവാൻ കഴിയും. സാമ്പത്തികമായി വിഷമതകൾ നേരിടേണ്ടി വരുന്നതാണ്. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകും. യാത്രകൾ വളരെയധികം വേണ്ടിവരുന്ന കാലമാണ്. ആരോഗ്യപരമായി വിഷമതകൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ വന്നുചേരും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകളെല്ലാം അവസാനിക്കുന്നതാണ്. കുടുംബ സൗഖ്യ വർധനവ്. ബിസിനസ്സിൽ പുരോഗതി. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം. പരീക്ഷാ വിജയം. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും. പൊതുപ്രവർത്തനം നിങ്ങളുടെ വിജയം സമ്മാനിക്കുന്നതാണ്.
മേലധികാരിയുടെ പ്രീതി സമ്പാദിക്കും. ദോഷശമനത്തിനായി ഹനുമത് ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ ലഘു മന്ത്രജപത്താൽ ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നതും ഗുണകരമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. എല്ലാ രീതിയിലും ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ വന്നു ചേരുന്നതാണ്. അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. പൈതൃക സ്വത്തിൻ്റെ അനുഭവമുണ്ടാകും. പല്ലുകൾക്ക് രോഗസാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കുക. ഗൃഹനിർമ്മാണ ചെലവ് വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കുക. പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായി വിജയം കൈവരിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. മാതാവിന് ശാരീരികമായ അസുഖങ്ങൾ തുടർന്ന് വൈദ്യസഹായം വേണ്ടിവരും. പല വിധത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പ്രേമവിവാഹത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വീട്ടുകാരിൽ നിന്നുമുള്ള അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സമയം അനുകൂലമാണ്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജന്മനാളിൽ ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നതും ഗുണകരമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടുവാൻ കഴിയും. സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ഗൃഹ അന്തരീക്ഷം സംതൃപ്തമായിരിക്കും. വാഹന സംബന്ധമായ ചെലവുകൾ വളരെയധികം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും. തൊഴിൽ രഹിതരായ ആളുകളാണ് നിങ്ങളെങ്കിൽ താൽക്കാലിക ജോലി ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ടി വരും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. മുൻകാല സമ്പാദ്യത്തിൽ നിന്നും ലാഭം വന്നുചേരും. സന്താനങ്ങളായ മനസ്സന്തോഷം വർദ്ധിക്കുന്നതാണ്. മേലധികാരികളുടെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവക്ഷേത്ര ദർശനം നടത്തി പഞ്ചാക്ഷരം ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി, ചതയം പോലുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായി എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. വിവാഹം ഉറപ്പിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി മാറ്റങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് ഇവയെല്ലാം അവസാനിക്കുന്നതാണ്. സുഹൃത്ത് സഹായം ലഭിക്കും. ദ്രവ്യലാഭത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഗൃഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക. കുടുംബത്തിൽ ചെറിയ മംഗളകർമ്മങ്ങൾ നടക്കും. യാത്രകൾ വഴി നേട്ടം, കടങ്ങൾ വീട്ടുവാനും സാധിക്കുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ ചെലവ് അധികരിക്കുമെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാലം കൂടിയാണ്. ആരോഗ്യപരമായി ഉണ്ടായിരുന്ന വിഷമതകൾക്ക് ശമനമുണ്ടാകും. ഭൂമി വിൽപ്പനയിൽ തീരുമാനം. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ഉന്നത ബന്ധം. വാത കഫജന്യ രോഗങ്ങൾ ഇവ പിടിപെടുവാനും ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം ശമിക്കും. സന്താന ഗുണം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സിൽ വലിയ പുരോഗതി, പ്രവർത്തനങ്ങളിൽ വിജയം ഇവ വന്നുചേരും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതം എടുക്കുക. വിഷ്ണു അഷ്ടോത്തര മന്ത്രം ജപിക്കുക. വിഷ്ണുവിന് ജന്മനാളിൽ പാൽപ്പായസം നിവേദിക്കുന്നതും ഗുണകരമാണ്.
അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. മാനസികമായി നിലനിന്നിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുക. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ്. കുടുംബജീവിത സൗഖ്യം വളരെയധികം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കുന്നതാണ്. പൊതുപ്രവർത്തനത്തിൽ മികച്ച വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ്. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ കഴിവതും ഒഴിവാക്കുക. പൈതൃക സ്വത്തിൻ്റെ അനുഭവം ഉണ്ടാകും. കരുതി വെച്ച പണം മറ്റ് ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരും. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ്. ദാമ്പത്യത്തിൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്നവർക്ക് ബന്ധുക്കൾക്കും അനാരോഗ്യം. സന്താന ഗുണം വളരെയധികം വർദ്ധിക്കുന്നതാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കർണരോഗബാധ അപ്രതീക്ഷിത ചിലവുകൾ സമ്മാനിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്നതാണ്. വാഹനയാത്രക്കിടയ്ക്ക് ധനനഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി. മാതാവിന് തത്തുല്യരായ ആളുകൾക്കോ അനിഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗാതി ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ഉപയോഗ വസ്തുക്കൾ മോഷണം പോകാം. ബന്ധുക്കൾ നിമിത്തം ചില നേട്ടങ്ങൾ വന്നെത്തും. ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. നിത്യേന അഷ്ടോത്തരം ജപിക്കുക. കൂടാതെ നാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.